യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വചനം പറയുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. ഒരു കാര്യം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, വീണ്ടും ആഗ്രഹിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ആഗ്രഹിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, അതോടൊപ്പം പരിശ്രമിക്കുക കൂടി ചെയ്യുക. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ആ ആഗ്രഹം ഒരനുഗ്രഹമായി ദൈവം ജീവിതത്തിലേക്ക് മാറ്റിത്തരും. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചില നല്ല ആഗ്രഹങ്ങളോട് ചേർന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. വചനം കേൾക്കുന്നത് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പരിശ്രമവും ഒരു വലിയ ദൈവാനുഗ്രഹത്തിനത് കാരണമാകട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം, പ്രാർത്ഥനയോടെ കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. ആര് പ്രത്യക്ഷപ്പെട്ട്? കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ താമസിക്കുക, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ദൈവത്തിൻ്റെ വാക്കുകേട്ട ഇസഹാക്ക് ആ നാട്ടിൽ തന്നെ താമസിച്ചു. ആ നാട്ടിൽ തന്നെ. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാവോ? ദൈവത്തിൻ്റെ വാക്കുകേട്ട്, വചനം കേട്ട് നിൽക്കുന്നവനെ, നിൽക്കുന്ന വ്യക്തിയെയും അവൻ ഉൾപ്പെടുന്ന വീടിനെയും മണ്ണിനെയും അവനുള്ളതിനെയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ഇത് ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്നോ? ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന നാട്ടിൽ നീ പാർക്കുക. ദൈവത്തിൻ്റെ വാക്കാണ്. ഇത് കേട്ടിട്ട് ഇസഹാക്ക് പറഞ്ഞില്ല, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും, എന്നെ ആരും അങ്ങനെ നിയന്ത്രിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇതൊന്നും പറഞ്ഞില്ല. ഇസ്ഹാക്ക് ആ വാക്കു കേട്ടു. ആ വചനം കേൾക്കുന്ന ഒരാളെ, വചനത്തിൽ നിൽക്കുന്ന ഒരാളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെന്ന ഒരാളായിരിക്കും ദൈവവചനം കേൾക്കുന്നത്. നിങ്ങളിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ആ സ്ഥലം, ആ മണ്ണ്, ആ പ്രദേശം, ആ വീടിൻ്റെ ഓരോ മുറിയും നിങ്ങളിലൂടെ അനുഗ്രഹമാവും. വായിക്കാം. 26-ാം അധ്യായം 12-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച് കേട്ടെ, ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയേ. 26:12. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കി. അവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ച ആളാണ്. ആ സ്ഥലം കൊള്ളില്ല, അവിടെ അധ്വാനിച്ച ഗുണമുണ്ടാവില്ല, ഇവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, പ്രതിസന്ധിയാണ്, വെള്ളമില്ല, പല കാരണങ്ങൾ പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് ഈ വ്യക്തി പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വാക്കു കേട്ട് അതിലുറച്ചു നിന്നപ്പോൾ ഇസഹാക്ക് ആ നാട്ടിൽ, അതേ നാട്ടിൽ കൃഷി ഇറക്കി, കൃഷി ചെയ്തു.
അധ്വാനിച്ചു അധ്വാനിച്ചു. ആ കൊല്ലം തന്നെ, അതെന്താ ആ വാക്കവിടെ, ആ വർഷം തന്നെ, ദൈവവചനം കേൾക്കുന്ന ഈ വർഷം തന്നെ, ഈ സമയം തന്നെ, ഈ നാളുകളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ സംഭവിക്കും. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ആ മണ്ണ് സമൃദ്ധമായ വിളവ് നൽകി. ഇപ്പോൾ ദൈവവചനം ഒരാൾ കേട്ടപ്പോൾ ആ വ്യക്തിയുടെ വരുമാന മാർഗങ്ങൾ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. ആ വ്യക്തിക്കുള്ളതിനെ ദൈവം അനുഗ്രഹിച്ചു. മണ്ണിന് പോലും അനുഗ്രഹമായിട്ടത് മാറി. മണ്ണ് പോലും ധാരാളം ഫലം നൽകാൻ അത് കാരണമായി. ഞാൻ നിങ്ങളോട് ഈ ദൈവവചനം പറഞ്ഞത്, പ്രാർത്ഥിച്ചത് എന്തിനെന്നറിയാമോ? ദൈവവചനമാണോ കേൾക്കുന്നത്, അത് നഷ്ടമാകില്ല, അത് പ്രയോജനപ്പെടും, അത് ഗുണം ചെയ്യും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കട്ടെ. ഈ വചനം അനേകർ എന്നറിയാൻ ഇടയാകട്ടെ. ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ കാരണം, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഞാൻ കാരണം ഒരാളെങ്കിലും ദൈവത്തെ അറിയാൻ ഇടവരണം. ഞാൻ നിമിത്തം ഇന്ന് ഒരാൾ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ നിമിത്തം. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും അടുത്ത് എത്തണം. സാധ്യമായിടത്തോളം ഷെയർ ചെയ്യണം. കാരണം ദൈവവചനം ഇങ്ങനെ ഇവിടെ ഒരാൾ പറഞ്ഞേ, ഞാൻ ഈ വചനം ബൈബിൾ തുറക്കാറില്ലായിരുന്നു, പക്ഷേ ഈ വചനം തുറന്നപ്പോൾ മുതലാണ്, അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ജീവിതത്തിൻ്റെ വഴികളും തുറന്നത്. നിങ്ങളുടെ ആ ഡെയിലി ബ്ലെസ്സിങ്ങിലെ ആ വചനങ്ങളൊക്കെ കേട്ടപ്പോഴാണ് ഇത് തുറന്നു വായിക്കാൻ ഞാൻ തുടങ്ങിയത്. ബൈബിൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ബൈബിൾ തുറന്നപ്പോൾ വഴികളും തുറന്നു. വചനം തുറക്കാൻ തുടങ്ങുമ്പോൾ ദൈവം മുന്നോട്ടുള്ള വഴികളെ തുറക്കാൻ തുടങ്ങും. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന, ഇന്ന് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. ഇന്നലെ വരെയുള്ള 15 ദിവസങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന 15 ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി വച്ചിരിക്കുന്ന ഓരോ പേരുകളും ഓരോ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ. നിയോഗം ഏറ്റെടുത്തു പോയവരെ, നിയോഗം സമർപ്പിച്ചു പോയവരെ ഏറ്റെടുക്കണമേ. 33 ദിവസം പ്രാർത്ഥിക്കാമെന്ന് മനസ്സുകൊണ്ട് വാക്കുകൊടുത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയോഗം സ്വീകരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പ്രാർത്ഥനയോടെ ഒറ്റ നിയോഗം കൊടുത്തവർ, പ്രാർത്ഥന ചോദിച്ചവർ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട നിങ്ങൾ നിമിത്തം ഇന്ന് ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവിധ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, എല്ലാത്തിൽ നിന്നും ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാർത്തകളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. അവരൊക്കെ എന്നെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഈ പത്രത്തിൽ വാർത്ത ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങളുടെ ഈ വാർത്തകളൊക്കെ ക്രമീകരിക്കുന്ന രാത്രിയിലാണ്, രാത്രി ജോലി ചെയ്യുന്നവരാണ്, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ, ദൈവമേ അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്നവരെ, ഈ വചനം എഴുതിയവരെ, ഷെയർ ചെയ്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഈ വെള്ളിയാഴ്ച ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള ഒരു നല്ല ദിവസമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെയും ആ കൂട്ടത്തിൽ ഓർക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമാകട്ടെ. ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് 9 മണി മുതൽ ബുക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വരാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.